ഏസർ എന്ന ബ്രാൻഡിന്റെ ഏസർ സൂപ്പർ ZX Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏസർ സൂപ്പർ ZX Pro എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏസർ സൂപ്പർ ZX Proയിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും എടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 gram ആണ്. IP64 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു IP റേറ്റിംഗ് ആണ്. പിന്നെ ഗ്ലാസ് ബാക്ക് ബോഡി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. അപ്പം ഈ ഒരു വെർഷന്റെ വില മാത്രമേ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. വേറെയും വെർഷൻസ് വന്നേക്കാം. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടെർമൽ കൂളിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. എത്ര കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX882ന്റെ സെൻസറാണ്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസേ വരുന്നുള്ളൂ. 2 MP ഒരു മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 50 MP ഒംനിവിഷൻ OV50Dയുടെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ലൊരു മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ക്യാമറ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ സെലക്ട് ചെയ്യുക. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡ് എന്നും പറയാവുന്നതാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 17,990 രൂപയാണ്. ആമസോൺ വഴിയാണ് ഈ ഫോണിന്റെ സെയിൽ നടക്കുന്നത്. ഏപ്രിൽ 25 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് മാത്രം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. വലിയ കോംപ്രമൈസുകളൊന്നും വരുന്നില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഏസർ എന്നുള്ള ബ്രാൻഡ് പുതിയൊരു ബ്രാൻഡ് പോലെയാണ്. അപ്പം അവരുടെ പേര് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് വേറൊരു കമ്പനി മേടിച്ചിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോഞ്ച് ഇവൻറ്റിന് അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ല. അപ്പം ഫോണിന് ക്വാളിറ്റി കുറവാണ് എന്നല്ല, അപ്പോൾ ആ ഒരു ലോഞ്ച് ഇവൻറ്റ് ഷൂട്ട് ചെയ്തതൊക്കെ കുറച്ചൊരു ക്വാളിറ്റി കുറവ് പോലെ തോന്നി. അതുപോലെ തന്നെ ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും ഈ ഒരു ഫോൺ അവർ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല. അപ്പം ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഈ ഒരു പുതിയ കമ്പനിയുടെ ഭാഗത്തുനിന്ന്. അപ്പം ഇതിൻ്റെ സർവീസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും പറയാൻ പറ്റില്ല. അവിടെയും കോസ്റ്റ് കട്ടിങ് നടത്തുമോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സർവീസ് വളരെ മോശമാവും എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ പറ്റിയിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഫോൺ എടുക്കുന്നതിന് മുമ്പ് സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അന്വേഷിക്കുക. അപ്പം അത്യാവശ്യം നല്ല സർവീസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി അന്വേഷിച്ചിട്ട് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.